Hello students, welcome to Easy Learning with സുവിത. ഹലോ സ്റ്റുഡൻസ്, 8ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റാണ് കനിവും കരുതലും. ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗത്തിൻ്റെ ആശയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കനിവും കരുതലും എന്ന ആദ്യത്തെ യൂണിറ്റിലെ ആദ്യ പാഠഭാഗം ആനന്ദിൻ്റെ കഥയായ കുരുവിയും കാട്ടുതീയുമാണ്. ഈ ഒരു കഥ വളരെ ചെറിയൊരു കഥയാണ്, പക്ഷേ ഇതിൽ വളരെ അധികം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന, മനുഷ്യന് ഇന്നത്തെ കാലത്ത് മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ ഒളിപ്പിച്ച് വച്ചിട്ടുള്ള വ്യംഗ്യാർത്ഥങ്ങൾ കുറേ ഉള്ള ഒരു കഥയാണ്. അപ്പോൾ തീർച്ചയായും ഈ ഒരു കഥയുടെ ആശയം അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്കതിൽ നിന്ന് കുറേ ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ആശയം കൃത്യമായി അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക. ആദ്യം നമ്മൾ കഥ വായിക്കും, അതിനുശേഷം ആശയം മുഴുവനായി ചർച്ച ചെയ്യും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം വീഡിയോ കാണുന്നതിൽ ഒരു 90% ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, നമുക്കത് അറിയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ വീഡിയോ കാണുന്നവർ ആരും തന്നെ പകുതിയിലധികം ആളുകളും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് അതൊരു സപ്പോർട്ടാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. കാരണം പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, നമുക്കിതിനെക്കുറിച്ചുള്ള റിസോഴ്സസ് ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ കുറേ എഫേർട്ട് ഇട്ടിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും എല്ലാ ചാനൽസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഉപകാരപ്രദമാകുന്ന എല്ലാ ചാനൽസും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാവുന്ന ചെറിയൊരു തിരിച്ച് നൽകാവുന്ന ചെറിയൊരു സ്മരണയാണത്, ഉപകാര സ്മരണയാണത്. അപ്പോൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ യൂണിറ്റ് എന്നത് കനിവും കരുതലും എന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പാഠഭാഗം തുടങ്ങുന്നതിന് മുൻപേ തന്നെ 2 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്ന് മുരളി നാഗപ്പുഴയുടെയും രണ്ടാമത്തേത് CB ഷിബുവിൻ്റെയും 2 ചിത്രങ്ങളാണ്. അപ്പോൾ നമുക്ക് ചിത്രങ്ങൾ നോക്കാം. ആദ്യത്തെ ചിത്രം നോക്കുക. ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതി ദൃശ്യമാണ് ആദ്യത്തെ ചിത്രം, അല്ലെ? പച്ചപ്പൊക്കെ നിറഞ്ഞ വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള കായ്കനികളും പൂക്കളും ഒക്കെ നിറഞ്ഞ, കുട്ടികൾ വളരെ സന്തോഷത്തോട് പറന്ന് കളിക്കുന്ന, മൃഗങ്ങളൊക്കെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന വളരെ മനോഹരമായ ഒരു പൂന്തോട്ട സദൃശ്യമായിട്ടുള്ള ഒരു പ്രകൃതി ചിത്രം, അല്ലേ? രണ്ടാമത്തെ ചിത്രം നോക്കുക. CB ഷിബുവിൻ്റെ ചിത്രത്തിൽ എന്താണ് കാണാൻ സാധിക്കുന്നത്? വറ്റി വരണ്ട ഭൂമി, അല്ലേ? അതിൽ നന്നായി മെലിഞ്ഞുണങ്ങിയ 2 വ്യക്തികൾ യാതൊരുവിധ സന്തോഷവും ഇല്ലാതെ എന്തോ ഒരു നിർവികാരമായ ഒരു മുഖത്തോടു കൂടി നടക്കുകയാണ്, അല്ലേ? ആ ഒരു വറ്റി വരണ്ട് ഉണങ്ങിക്കിടക്കുന്ന ഭൂമിയിലൂടെ ഒരു തുണ്ട് പച്ചപ്പ് പോലും നമുക്ക് ആ ഒരു ഭൂമിയിൽ കാണാൻ സാധിക്കില്ല. ആ 2 മനുഷ്യർ വെറുതെയാണോ പോകുന്നത്? അല്ല, ഒരു തുള്ളി ദാഹജലം തങ്ങളുടെ ചുമലിൽ ഏറ്റിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കുക എന്താണ്? ഒരു തുള്ളി ദാഹജലത്തിന് പോലും അത്രത്തോളം പ്രാധാന്യമുണ്ട് ആ ഭൂമിയിലെന്ന്, അല്ലേ? അപ്പോൾ ആദ്യത്തേത് വളരെ ഉർവരമായിട്ടുള്ള, വളരെ സന്തോഷകരമായി സസ്യജാലങ്ങളും മൃഗങ്ങളും ഒക്കെ ജീവിക്കുന്ന ഒരു ഭൂമിയും, രണ്ടാമത്തേത് മനുഷ്യർ വളരെയധികം കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ദുഃഖിക്കുന്ന, ഭൂമി അത്രത്തോളം നശിച്ചു പോയ ഒരു ചിത്രവുമാണ് രണ്ടാമത്തേത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ചിത്രങ്ങൾ എന്താണ് നമ്മളോട് പറയുന്നത്? ഭൂമിയുടെ 2 അവസ്ഥകളാണ്. ഒന്ന്, ഭൂമി വളരെ സന്തോഷവതിയായിട്ടുള്ള, സസ്യജാലങ്ങളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഉർവരമായിട്ടുള്ള മനോഹരിയായിട്ടുള്ള ഒരു പ്രകൃതിയും, രണ്ടാമത്തേതോ വറ്റുവരണ്ട് ഉണങ്ങിയ, ഒരു തുള്ളി ദാഹജലം പോലും ഇല്ലാതെ മനുഷ്യർ അലയുന്ന ഒരു ഭൂമിയും. അങ്ങനെ 2 ചിത്രങ്ങളാണ് ഈ ഒരു 2 ആശയങ്ങളാണ് ഈ 2 ചിത്രത്തിലൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് വരാം. അതിനു മുൻപേ ആയിട്ട് കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ചോദ്യമാണത്. പ്രാണവായുവായി, ജീവജലമായി, അന്നമായി നിറയുന്ന പ്രകൃതി പ്രകൃതിയിൽ നിന്നും എടുത്താൽ മതിയോ, കൊടുക്കുകയും വേണ്ടേ? അപ്പോൾ നമുക്ക് പ്രകൃതി എന്താണ്? പ്രാണവായുവാണ്. പ്രാണവായു തരുന്നത് പ്രകൃതിയാണ്. ജീവജലമാണ് പ്രകൃതി നമുക്ക് നൽകുന്നത്. അന്നം തരുന്നതും പ്രകൃതിയാണ്. നമ്മൾ ഇതൊക്കെ തന്നെയും പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നുണ്ട്, അല്ലേ? അതായത് വായു നമുക്ക് പ്രകൃതി തരുന്നു, ജലം തരുന്നു, ആഹാരം തരുന്നു. ഇതൊക്കെ നമ്മൾ പ്രകൃതിയിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. തിരിച്ച് നമ്മൾ പ്രകൃതിയിലേക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇല്ല.
പക്ഷെ കൊടുക്കുക വേണ്ടേ എന്നാണ് ചോദ്യം. തീർച്ചയായും വേണം. പ്രകൃതിയിലേക്ക് എന്തെങ്കിലും കൊടുത്തെങ്കിൽ മാത്രമേ അത് 100 ഇരട്ടിയായി നമുക്ക് തിരിച്ച് തരികയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കാൻ സാധിക്കാത്ത പല കാര്യങ്ങളും പ്രകൃതി നമുക്ക് വളരെയധികം നമുക്ക് കനിഞ്ഞരുളി തരുമ്പോൾ നമ്മൾ തിരിച്ച് പ്രകൃതിക്ക് നൽകുന്നത് ചൂഷണവും ദോഷഫലങ്ങളും മാത്രമാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് പ്രകൃതിക്ക് കൊടുക്കണം. നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെയും പ്രകൃതിക്ക് ദൂഷ്യം ചെയ്യുന്ന, അതിലൂടെ നമുക്ക് തന്നെ ദൂഷ്യം ചെയ്യുന്ന പല കാര്യങ്ങളുമാണ്. അപ്പോൾ അതൊന്നും പാടില്ല. ചൂഷണരഹിതമായ ഒരു പ്രവൃത്തി വേണം നമ്മൾ പ്രകൃതിയിലേക്ക് തിരിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ കഥ കുരുവിയും കാട്ടുതീയും എന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. കാട്ടുതീയിൽ വെന്തമരുന്ന ഒരു പ്രകൃതി ദൃശ്യമാണ്. കാട്ടിൽ തീ പടർന്നു. പക്ഷികളും മൃഗങ്ങളും ജീവന് വേണ്ടി പരക്കം പാഞ്ഞു. ഒത്തിരി മൃഗങ്ങൾ കാട്ടുതീയിൽ വെന്തു മരിച്ചു. ഈ സമയത്ത് ഒരു കൊച്ചു കുരുവി മാത്രം പുഴയിൽ നിന്നും കൊച്ചു ചുണ്ടിൽ വെള്ളം നിറച്ച് ആളിക്കത്തുന്ന കാട്ടുതീ കെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കുരുവി ഇത് പലതവണ ആവർത്തിച്ചു. ഇത് കണ്ട മഴദേവൻ കുരുവിയെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു, "നീ എന്തു മടയത്തമാണ് ഈ കാണിക്കുന്നത്? ഇത്തിരി പോന്ന നിനക്ക് ഈ കാട്ടുതീ കെടുത്താനാവുമോ?" കുരുവി പറഞ്ഞു, "ഈ കാട്ടുതീ ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവൻ എടുക്കുന്നത് കാണുന്നില്ലേ? അങ്ങേക്ക് ശക്തമായ ഒരു മഴ കൊണ്ട് ഈ കാട്ടുതീ അണയ്ക്കാം. ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു." ഇത്രയും പറഞ്ഞ് കുരുവി തൻ്റെ ജോലി തുടർന്നു, തീ തൻ്റെ ജീവൻ എടുക്കും വരെ. അപ്പോൾ ആനന്ദിൻ്റെ കഥകൾ എന്ന കഥാസമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കഥയാണിത്. അപ്പോൾ ഇതിൽ നമുക്ക് വായിക്കുമ്പോൾ തന്നെ ആശയം മനസ്സിലാവും. അപ്പോൾ നമുക്ക് വ്യക്തമായ ആശയത്തിലേക്ക് കടക്കാം.